നമുക്കിന്ന് മഖാരിജുൽ ഹുറൂഫിൽ അറബിയ എന്ന ഒരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടാം. മഖാരിജുൽ ഹുറൂഫിൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങളുടെ പുറപ്പെടുന്ന മഖ്റജുകൾ, അതിൻ്റെ സ്ഥാനങ്ങൾ ഒക്കെയാണ് പറയും. അത് പുറപ്പെടുന്ന സ്ഥാനങ്ങൾ. ഇപ്പം മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ, മുഖദ്ദിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ അതിലുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇതിലുള്ളത് എന്തൊക്കെയാണ്? മഖാരിജുൽ ഹുറൂഫ്. مخارج الحروف العربية. قبل البدء لا بد لنا من معرفة الفائدة من تعلم مخارج الحروف العربية. فمن الفوائد: أولاً معرفة موازين الحروف ومقاديرها. ثانياً ترويض اللسان على نطق الحروف العربية نطقاً صحيحاً فصيحاً. ثالثاً إتقان تلاوة القرآن الكريم كما نزل على قلب سيدنا محمد صلى الله عليه وسلم. അതിൻ്റെ ഫായിദകൾ, അതിൻ്റെ ഉപകാരങ്ങൾ, അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയിട്ടുള്ള പരിചയപ്പെടുത്തലുകളാണ് അറബിയിൽ പറഞ്ഞു തരുന്നത്. അത് ഇൻഷാ അല്ലാഹ് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. പിന്നെ മുഖദ്ദിമ കഴിഞ്ഞാൽ മുഖദ്ദിമയിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അൽ മഖാരിജുർ റഈസിയ്യ എന്ന് പറഞ്ഞിട്ട്. അതും അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ലഘു വിവരണം ഇവിടെ പറഞ്ഞു തരികയാണ്. അറബിയിൽ തന്നെയാണ്. المخرج هو الموضع الذي ينشأ فيه صوت الحرف. المخارج الرئيسية: أولاً الجوف وهو خلاء الحلق والفم. ثانياً الحلق. ثالثاً الفم ويشمل الحنك الأعلى واللسان والأسنان والشفتين. رابعاً الخيشوم، جهاز النطق عند الإنسان. أولاً الخيشوم. ثانياً الحنك الأعلى. ثالثاً الجوف. رابعاً الحلق. خامساً الشفتان. سادساً الأسنان. سابعاً اللسان. أقسام الحلق: أولاً منطقة أدنى الحلق. അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇനി ജൗഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയൊക്കെ അതിൽ നോക്കിയാൽ മനസ്സിലാവും. സമയം കൂടുതലാവേണ്ടെന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കുന്നത്. ജൗഫ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗത്ത് നിന്ന് വരുന്നതായ അലിഫുകൾ. അത് നമുക്ക് അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, അലിയാവ് മദ്ദിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അലിഫ് മദ്ദിയനെ പറ്റി ഇവിടെ ഇങ്ങനെ പറഞ്ഞുതരും. مخرج الألف المادية: لا تكون الألف المادية إلا ساكنة وقبلها مفتوح. لابد അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുതരും. ഇപ്പോൾ മദ്ദിയ, വാവുൽ മദ്ദിയ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ. مخرج الواو المادية: تكون الواو المادية ساكنة وقبلها. അതുപോലെ തന്നെ പിന്നെ യാ മദ്ദിയ, അതിനെപ്പറ്റി പറഞ്ഞുതരും. مخرج الياء المادية: تكون الياء المادية ساكنة وقبلها. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ നടക്കുന്നത്. ഇനി ഹൽക്ക് എന്ന് പറഞ്ഞൊരു തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണല്ലോ ഹംസ, ഹ, ഐന്, ഹ, ഐന്, ഖ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ലഘു വിവരണമാണ് ഇവിടെ പറഞ്ഞത്. مخرج الهمزة: تخرج الهمزة من أقصى. അതിൽ ഓരോന്നിൻ്റെയും വിശദീകരണങ്ങളാണ്. അപ്പോൾ ജൗഫ് തൊണ്ടയുടെ ഉൾഭാഗത്ത് നിന്ന്, ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന്, പിന്നെ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്. അപ്പോൾ നാവിൽ നിന്ന് വരുന്നതായ അക്ഷരങ്ങളാവാനാണ് ഈ കാണുന്നതൊക്കെ. കാഫ്, കാഫ്, ജീമ്, ഷീന്, യാ, ഗൈറ മദ്ദിയ, ലാദ്, ലാമ്, ഈ പറയപ്പെട്ട അക്ഷരങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചെറിയ വിവരണം അതിൽ. مخرج القاف: تخرج القاف من أقصى اللسان. അപ്പോൾ അതിൻ്റെ ഓരോരോ താറുഫുകളാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഷഫത്തൈൻ എന്ന് പറഞ്ഞാൽ ചുണ്ട്. അപ്പോൾ ചുണ്ടിൽ നിന്ന് വരുന്നതായ അർഫുകളാണ് ഫ, ബ, മീമ്. പിന്നെ അൽ വാവു ഗൈറ മദ്ദിയ, മദ്ദില്ലാത്ത വാവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മദ്ദോട് കൂടി ആകുമ്പോൾ ചിലപ്പോൾ നീട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും, പിന്നെ വാവ് ചിലപ്പോൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഫ, അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിശദീകരണമാണ്. مخرج الفاء: تخرج الفاء من باطن الشفة السفلى مع
من بطن الشفة فالفاء مع أطراف الثنايا المشرفة. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലിപ്പോൾ പ്രത്യേകിച്ചുള്ളത്. വേറെ ഒന്നും ഇതിൽ കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപകാരപ്പെടുത്തുക. അപ്പോൾ മഹാരിജുൽ ഹുറൂഫിൽ അറബിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.